വോട്ട് പെട്ടി. അപ്പോൾ ഒരു സ്ഥാനാർത്ഥി ജയിക്കും, ബാക്കി സ്ഥാനാർത്ഥികളൊക്കെ തോൽക്കും. ജയിച്ച സ്ഥാനാർത്ഥി ജനങ്ങൾ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി അല്ല, ആണോ? ഒരാൾക്ക് 100 വോട്ട് കിട്ടി, വേറെ ഒരു സ്ഥാനാർത്ഥിക്ക് 90, വേറൊരാൾക്ക് 80. ഇപ്പം ആരാ ജയിച്ചത്? 100 വോട്ട് കിട്ടിയ സ്ഥാനാർത്ഥി ജയിച്ചു. അയാൾ ജയിച്ചിട്ടുണ്ടോ? അയാൾക്കെതിരിൽ വേറൊരാൾക്ക് 90ഉം വേറൊരാൾക്ക് 80ഉം വോട്ട് കിട്ടിയില്ലേ? അപ്പം എത്രയായി? 170 ആളുകളും ഇയാൾക്കെതിരാ, ഈ 100 വോട്ട് കിട്ടിയ ആളുകൾക്കെതിരാ. പക്ഷേ ജയിച്ചതാരാണ്? 100 വോട്ട് കിട്ടിയ ആളാണ്. സത്യത്തിൽ അയാൾ ജയിച്ചതല്ല, 170 ആളുകളും അയാൾക്കെതിരാ. അപ്പം അയാൾ തോറ്റെന്നാണ് പറയേണ്ടത്. പക്ഷെ നമ്മുടെ ജനാധിപത്യ പ്രോസസ്സിൽ, പ്രക്രിയയിൽ എന്താണ്? അങ്ങനെയാണ്. ജയിച്ചു എന്നാണ് നമ്മൾ പറയല്. പക്ഷേ സത്യത്തിൽ ഇയാൾക്ക് എതിരിൽ ആളുകൾ, ഭൂരിപക്ഷം ആളുകളും അവരുടെ വോട്ട് കൂട്ടിയാൽ ഇയാൾക്ക് 100 ഉള്ളൂ, ഇയാൾക്ക് എതിരിലോ 170 വോട്ട് അവിടെ ഉണ്ട്. അപ്പോൾ വോട്ടെണ്ണുമ്പോൾ ഒരു ടീം ജയിക്കും, ഒരു ടീം തോൽക്കും. പക്ഷെ ഞാൻ പറയുന്നത്, ആര് ജയിച്ചാലും ആര് തോറ്റാലും പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് അമിതമായ ആഹ്ലാദ പ്രകടനങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മളാരും പങ്കെടുക്കരുത്. നമ്മളെ മനസ്സിലുണ്ടാകും, നമ്മൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി തോറ്റു, ഒരു ദുഃഖം ഉണ്ടാകും. അത് സാരില്ല. ഇത് ശാശ്വതമായ വിജയമോ ശാശ്വതമായ തോൽവിയാണോ? ഇല്ല. ഒരു 5 കൊല്ലം ഏറി വന്നാൽ ചിലപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് വരും. അത്രയേ ഉള്ളൂ ഈ തോൽവിയുടെയും ഈ വിജയത്തിൻ്റെ ഒക്കെ കാലാവധി. പക്ഷേ ഞാൻ പറയുന്നു, എത്ര യുവാക്കളാണ് നിസ്കാരം ഖളാ ആക്കി, സുബ്ഹാനല്ലാഹ്, ബാൻഡ് വാദ്യങ്ങളും പടക്കം പൊട്ടിക്കലും, അങ്ങനെ ആഘോഷങ്ങളിൽ അള്ളാഹുവിനെ മറന്നു പോകരുത്. പ്രത്യേകിച്ച് സഹോദരിമാര്, ഇസ്ലാം ഉൾക്കൊള്ളുന്ന സഹോദരിമാരാണെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ പുരുഷന്മാരെ പോലെ റോട്ടിലിറങ്ങി ഡാൻസ് ചെയ്യാനും പാട്ടുപാടാനും കളിക്കാനും മതം നിങ്ങൾക്ക് അനുവാദം നൽകുന്നില്ല. നിങ്ങളുടെ ശരീരത്തിന് ഹിജാബ് വേണം, നിങ്ങൾ പുറത്തിറങ്ങുന്നതിന് പ്രത്യേകമായ സാഹചര്യം വേണം. അതെല്ലാം ലംഘിച്ചുകൊണ്ട് ഈ വിജയത്തിൻ്റെ ആഹ്ലാദത്തിൽ മതത്തിൻ്റെ നിയമങ്ങൾ മറന്നുകൊണ്ട് നമ്മളിങ്ങനെ തുള്ളിച്ചാടി കളിക്കുന്നത് വളരെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ ആകെ ഒരു ജീവിത ദുനിയാവിൽ അല്ലാഹു തന്നിട്ടുള്ളൂ. ഈ ജീവിതത്തിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. ഒന്നാമത്തെ ഉത്തരവാദിത്തം അള്ളാഹു ചെയ്ത നിഅമത്തുകൾക്ക് നന്ദി രേഖപ്പെടുത്തലാണ്. എങ്ങനെയാണ് നന്ദി രേഖപ്പെടുത്തേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു. അല്ലാഹു തന്ന സമ്പത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചിലവഴിക്കുക, അല്ലാഹു തന്ന ആരോഗ്യം അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചിലവഴിക്കുക, അല്ലാഹു തന്ന ആയുസ് അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചിലവഴിക്കുക. അങ്ങനെ ചിലവഴിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും അയാൾക്ക് ലഭിക്കുകയുള്ളൂ. സഹോദരന്മാരെ, അള്ളാഹുവിന് നന്ദി ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ധാരാളം അമലുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. അമലുകൾ വർദ്ധിപ്പിക്കണം. നമ്മളെ ജീവിതത്തിൽ ചില ആൾക്കാർ പറയും, ഉസ്താദേ ഞാൻ കുറച്ചുകൂടി വയസ്സൊക്കെ ആയിട്ട്, എന്നിട്ട് ഹജ്ജിന് പോകാം, ഉംറയ്ക്ക് പോകാം, കുറച്ചും കൂടി പ്രായമായിട്ട് ഞാൻ തഹജ്ജുദ് നിസ്കാരം ആരംഭിച്ചു കൊള്ളാം, കുറച്ചും കൂടി പ്രായമാവട്ടെ എന്നിട്ട് ഞാൻ ദുഹാ നിസ്കരിച്ചു കൊള്ളാം. സഹോദരന്മാരെ, നിന്റെ ആയുസ് എത്ര കാലമുണ്ടെന്ന് നിനക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഈ ജീവിതം ഒരൊറ്റ ജീവിതമേയുള്ളൂ. ഈ ജീവിതത്തിൽ നിന്റെ ഉത്തരവാദിത്തം എന്താണ്? അള്ളാഹു ചെയ്ത നിഅമത്തിന് നന്ദി ചെയ്യലാണ്. ആ നന്ദി രേഖപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത്. അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങളാണ് ഇബാദത്തുകൾ എന്ന് പറയുന്നത്. അത് സഹോദരന്മാരെ, ഓരോ വയസ്സ് കൂടുന്തോറും ഇബാദത്തിൻ്റെ എണ്ണം കൂടണം. അൽഹംദുലില്ലാഹ്, സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റ്
2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് സുബഹിയുടെ ബാങ്ക് കേൾക്കുമ്പോൾ അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം, ആ സുബഹിയുടെ ബാങ്കുകൾ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് മുഴങ്ങുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൽ ബഅ്സു വന്നുശൂർ, അല്ലാഹുവിന് സ്തുതി അർപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റ് 2 റക്അത്ത് സുബഹി നിസ്കരിച്ച് വീണ്ടും ദിക്റിലും സ്വലാത്തിലും മുഴുകുന്ന ആളുകളായി നമ്മൾ മാറണം. കാരണം സഹോദരന്മാരെ, ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു ഇനി നമുക്ക് പുതിയൊരു ജീവിതം നമുക്ക് തരികയില്ല. അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി 2ാമത് ഭൂമിയിലേക്ക് നമ്മൾ ജനിക്കൂല, ഉണ്ടോ? ഈ ജീവിതത്തിൽ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പടച്ചവനെ ഞാൻ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്നാ. മരണത്തിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്നലെ വരെ ഒരു ദിവസം കൂടി എൻ്റെ ഹയാത്തിലുണ്ടായിരുന്നു. ഇന്ന് നേരം വെളുത്തപ്പോൾ സുബ്ഹാനല്ലാഹ്, എൻ്റെ ആയുസ്സിൽ നിന്ന് ഒരു ദിവസം കൂടി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ നമ്മൾ കൂടുതൽ പരിശ്രമിക്കുകയാണ് വേണ്ടത്. ഒറ്റ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ. ലോകത്തിൻ്റെ നേതാവെന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ഒരാൾ സ്വർഗം ഉദ്ഘാടനം ചെയ്യാൻ അള്ളാഹു ഏൽപ്പിച്ച ആള്, ലോകത്തിൻ്റെ നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി നിസ്കാരമാണ് നിസ്കരിച്ച് കാലുമ്മൽ നീര് കെട്ടി വീർത്തുപോയി. അള്ളാഹുവിൻ്റെ റസൂലിനെ ഇബാദത്ത് ചെയ്യാൻ വലിയ ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ അള്ളാഹിൻ്റെ റസൂല് നിസ്കരിച്ച് കാലിൽ നീര് കെട്ടിയ സമയത്ത് ബീവി ആയിഷ വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, അങ്ങോരെന്തിനാണ് ഇത്രമാത്രം കഷ്ടപ്പെടുന്നത്? അവിടുന്ന് സ്വർഗത്തിലാണെന്ന് ഉറപ്പല്ലേ? ആ സമയത്തും മുത്തുനബി പറഞ്ഞ മറുപടി എന്താണ്? അഫലാ അകൂന അബ്ദൻ ശകൂറാ. ആയിഷ, അല്ലാഹ് എനിക്ക് ചെയ്തു തന്ന നിഅമത്ത് വല്ലാത്ത നിഅമത്താണ്. ഈ നിഅമത്തിന് നന്ദി ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരു ചിന്തയാണല്ലോ. അതുകൊണ്ട് റബ്ബ് ചെയ്ത നിഅമത്ത് ഓർക്കുമ്പോൾ ഞാനിങ്ങനെ കിടന്നുറങ്ങാൻ പറ്റില്ല, അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. സഹോദരന്മാരെ, നമ്മൾ ആയുസ് വളരെ കുറവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഈ പ്രസംഗിക്കുന്ന ഞാൻ ഈ മൈക്കിന് ഗ്യാരണ്ടി പറയാൻ എനിക്ക് സാധിക്കുമെങ്കിൽ വയലു പറയുന്ന എൻ്റെ ഗ്യാരണ്ടി പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇല്ല. ഒരു പക്ഷേ ഇന്നത്തെ വയല് എൻ്റെ ജീവിതത്തിൽ അവസാന വയലാവാം. നിങ്ങൾ കണ്ടില്ലേ, മസൂദ് സക്കാഫി കൂടല്ലൂർ എന്ന് പറയുന്നൊരു സഹോദരൻ നല്ല വയല് പറയുന്ന ആളാണ്. അദ്ദേഹം കൂടല്ലൂരിൽ നിന്ന് നല്ല വയല് പറഞ്ഞ് രാവിലെ അതാ വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. വീട്ടിൽ വന്ന് കിടന്നു, സുബ്ഹാനല്ലാഹ്, പെട്ടെന്നൊരു ക്ഷീണം വരുന്നു. അദ്ദേഹം മരിച്ചു പോവുകയാണ്. ആ മരിക്കുന്ന ദിവസം പോലും കാസർഗോഡ് ജില്ലയിൽ അദ്ദേഹത്തിന് വയലുണ്ടായിരുന്നു. ഇന്ന് ഞാൻ മരിക്കുന്ന ദിവസമാണെന്ന് അറിയുമായിരുന്നെങ്കിൽ ആ വയല് അദ്ദേഹം ഏൽക്കുമായിരുന്നു. വിശ്വാസികളെ, നിങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ റബ്ബ് ഏത് സമയത്തും എന്നെ വിളിക്കാൻ എൻ്റെ റബ്ബിന് അധികാരമുണ്ട്. അള്ളാഹു വിളിച്ചു കഴിഞ്ഞാൽ പോവേണ്ട ആളാണ് ഞാൻ എന്ന് മനസ്സിലാക്കി ഓരോ ദിവസവും റബ്ബിൻ്റെ വിളി വരും എന്നാലോചിച്ച് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതങ്ങളാണ്. അതുകൊണ്ടാണ് മുത്ത് റസൂലുള്ള പറയുന്നത്, മക്കളെ, നിങ്ങൾ എത്ര വലിയ കൊട്ടാരത്തിൽ താമസിച്ചാലും നിങ്ങളുടെ മുമ്പിൽ പണത്തിൻ്റെ കൂമ്പാരമുണ്ടെങ്കിലും നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന
അതിഭീകരമായ അവസ്ഥകളും രംഗങ്ങളും നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ ലലഹിക്തും ഖലീലാ വലബകൈതും കസീറാ. നിങ്ങൾ ദുനിയാവിൽ കൂടുതൽ ചിരിക്കൂല, കൂടുതൽ സമയം നിങ്ങൾ കരയുകയാണ് ചെയ്യുക. നിങ്ങൾക്കറിയുമല്ലോ ബീബി റാബിയ റളിയല്ലാഹു അൻഹാക്ക് കല്യാണം വന്ന സമയത്ത് ബീബി റാബിയ പറയുകയാണ്, ഞാൻ മരിച്ചാൽ സ്വർഗത്തിലാണെന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പ് തരുമോ? ആ ഉറപ്പ് കിട്ടാത്തിടത്തോളം കാലം ഞാൻ എങ്ങനെയാണ് വിവാഹ ജീവിതം കഴിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക? ബീബി റാബിയ ഉറപ്പ് കിട്ടാത്തത് കൊണ്ട് വിവാഹത്തിൽ നിന്ന് പിന്മാറുകയാണ്. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും, മുസ്ലിം ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താണ്? ഇഷ്ടം പോലെ പൈസ അല്ലേ? എവിടുന്നാ പൈസ? പൈസയുണ്ടാക്കാൻ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ മദ്യം, മയക്കുമരുന്ന്, MDMA, കഞ്ചാവ്, എന്താണ് സുബ്ഹാനല്ലാഹ് നമ്മുടെ കുട്ടികൾക്ക് പറ്റിയത്? മുസ്ലിം സമുദായമേ, അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്, കള്ളും കഞ്ചാവും മദ്യവും മദിരാക്ഷിയും മയക്കുമരുന്നുകളും ഈ സമൂഹത്തിൽ വ്യാപിക്കുന്ന കാലം, വ്യഭിചാരം വ്യാപകമാകുന്ന കാലം മനസ്സിലാക്കണം. വല്ലാത്തൊരു കാലത്താണ് സഹോദരന്മാരെ നമ്മൾ ജീവിക്കുന്നത് അല്ലേ? ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ മയക്കുമരുന്നിന്റെ ആളുകളായി മാറുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ? സിനിമയിലും നാടകങ്ങളിലുമൊക്കെ അഭിനയിക്കുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം ഇതിന്റെ അഡിക്റ്റാണ് എന്നാണ് പറയുന്നത്. എന്തിനേറെ പറയണം, ലോകത്തുള്ള ജനങ്ങൾക്ക് ആരോഗ്യം പഠിപ്പിച്ചു കൊടുക്കുന്ന ഡോക്ടർമാരിൽ പോലും ഈ കള്ളുകുടിയും മദ്യത്തിന്റെ ഉപയോഗം, മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടി വരികയാണ്. നമുക്ക് മക്കൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാലമാണ് പ്രിയപ്പെട്ടവരെ. ഇതിന്റെ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. മക്കൾ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ഞാൻ പറഞ്ഞില്ലേ, അല്ലാഹു പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളുടെയും മഹാന്മാരുടെയും കൂടെ സഞ്ചരിപ്പിക്കുകയും അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയും അവരുടെ കൂടെ സഹവസിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യണോ? അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ മദ്രസയിൽ പറഞ്ഞേക്കുക, ഉസ്താദുമാരുമായുള്ള നല്ല ബന്ധമുണ്ടാക്കുക, ദിക്റിന്റെയും സ്വലാത്തിന്റെയും മജ്ലിസിൽ സംബന്ധിക്കുക. എന്നാൽ യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇല്ലെങ്കിൽ കാര്യം അപകടത്തിലേക്ക് പോയി പോകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന് നന്ദി ചെയ്ത് അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ വർദ്ധിപ്പിച്ച് സഹോദരന്മാരെ നമുക്ക് ഉല്ലസിക്കാനും സല്ലപിക്കാനും ഒക്കെ ഒരു ശരിയായ ജീവിതം വരാൻ പോകുന്നുണ്ട്. ഈ ജീവിതം ശരിയായ ജീവിതമല്ല. ഈ ജീവിതം നമുക്ക് എത്ര ദിവസമുണ്ട് എന്ന് ഗ്യാരണ്ടി ഇല്ലാത്തൊരു ജീവിതമാണ്. എന്നാൽ ഈ ജീവിതത്തിന് അപ്പുറത്തുള്ള ജീവിതം, സുബ്ഹാനല്ലാഹ്, അവിടെ നമുക്ക് മരണമില്ല, അവിടെ നമുക്ക് നിത്യമായ ജീവിതമാണ്, ശാശ്വതമായ ജീവിതമാണ്. ആ ജീവിതത്തിലാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഏത് സമയത്ത് റബ്ബിന്റെ വിളി വരും. ഓരോ ദിവസവും നേരം വെളുക്കുമ്പോൾ പടച്ചോനെ ഇന്ന് അസ്രായീൽ എന്നെ തേടി വരുന്ന ദിവസമാണല്ലോ എന്നൊന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കാൻ നമുക്ക് സാധിക്കണം. സഹോദരന്മാരെ, നമ്മളെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം വളരെ അപകടത്തിലാണ്, നമുക്ക് പ്രതിസന്ധിയിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പോ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരിക്കുകയാണ്. യുദ്ധം അവസാനിച്ചു എന്ന് അമേരിക്ക പറയുന്നുണ്ടെങ്കിലും ഇറാൻ പറയുന്നുണ്ടെങ്കിലും
ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോഴും വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ബിസിനസ്സൊക്കെ പല നിലക്കും ക്ഷീണത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലോകവും ഇങ്ങനെ തന്നെയാണ്. ഇന്ന് കാണുന്ന ഈ ഒരു സമ്പത്തും ഈ ഒരു ചുറ്റുപാടൊന്നും ലോകത്ത് എവിടെയും ഉണ്ടായിക്കൊള്ളുന്നില്ല കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും ഇതുപോലെയുള്ള പ്രതിസന്ധികൾ തന്നാൽ, ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, കൊറോണ കാലം എന്ന് പറഞ്ഞൊരു കാലം നമുക്ക് വന്നുപോയില്ലേ. നമ്മളെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിണോ? എല്ലാ ആൾക്കാരും വീട്ടിൽ അടച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു കാലം നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിരുന്നോ? നമ്മൾ സങ്കല്പിച്ചിട്ട് പോലും ഇല്ല. ആഴ്ചകളും മാസങ്ങളും പള്ളികൾ പോലും പൂട്ടിയിടണം എന്നാണ് സർക്കാരിന്റെ ഓർഡർ. കോഴിക്കോട് ജില്ലക്കാർക്ക് മലപ്പുറം ജില്ലയ്ക്ക് പോകണമെങ്കിൽ കലക്ടറുടെ എഴുത്ത് വേണോ? ഇന്നിപ്പോ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ചിരി വരികയാണ്. കോഴിക്കോട് നിന്ന് മലപ്പുറത്ത് പോകാൻ കലക്ടർ എഴുത്തോ? പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ കഴിഞ്ഞു പോയി. ഇനി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത്തരമൊരു സാഹചര്യം വരൂല? ഒരിക്കലും തോന്നണ്ട. അതിനേക്കാളും ഭീകരമായ സാഹചര്യം ഒരുപക്ഷെ റബ്ബ് വിചാരിച്ചാൽ ഇവിടെ ഉണ്ടാവാം. അപ്പൊ നമുക്ക് ഇന്ന് കിട്ടുന്ന ഈ സുഖങ്ങളും ഈ സന്തോഷങ്ങളും ഈ നല്ല കാലാവസ്ഥയും ഇത് തന്നെയാണ് ലോകം എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഓരോ ദിവസവും അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ഓർക്കണം. ഈ അനുഗ്രഹങ്ങൾ നാളെ എനിക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. എൻ്റെ ആഖിറത്തിലേക്ക് എനിക്ക് രക്ഷപ്പെടണം, അതിനാവശ്യമായ നന്ദി ഞാൻ രേഖപ്പെടുത്തണം എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം സഹോദരന്മാരെ. ഇതാണ് നമ്മുടെ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കണം. സുബഹിക്ക് എഴുന്നേൽക്കാത്ത ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? അല്ലാഹു തആലക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു ജീവി ആരാണ്? സുബഹിക്ക് എഴുന്നേൽക്കാത്ത മനുഷ്യനാണെന്നാണ്. സുബഹി ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങളെ വീട്ടിൽ ഏതെങ്കിലും ഒരു പ്രായപൂർത്തിയായ ആള് ഉറങ്ങുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ബർക്കത്തുണ്ടാവൂല. നിങ്ങൾക്കറിയുമോ, യമൻ എന്ന് പറയുന്നൊരു രാജ്യമുണ്ട്. ആ യമനിൽ ഹലറമൗത്ത് എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, മർക്കസിലൊക്കെ വന്നിരുന്ന ബഹുമാനപ്പെട്ട ലോകപ്രസിദ്ധ പണ്ഡിതനായ ശൈഖ് ഉമർ ഇബ്നു ഹഫീൽ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ഒക്കെ നാടാണ്. ആ യമനിൽ രണ്ട് പ്രദേശമുണ്ട്, ഹലറമൗത്തും തെരീമും എന്ന് പറയുന്ന പ്രദേശം. എന്താ തെരീമിന്റെ പ്രത്യേകത അറിയങ്ങൾ? എല്ലാവരും 3 മണിക്ക് എഴുന്നേൽക്കും. ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളും. എന്തിനേറെ പറയണം, തൊട്ടിലിൽ കിടക്കുന്ന കുട്ടികളെ പോലും ആ 3-3:30 മണി സമയത്ത് ഉമ്മമാരിങ്ങനെ ഇളക്കിയിട്ട് ഉണർത്തുന്ന അങ്ങനത്തെ ഒരു രാജ്യം ലോകത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തെരീമിലെ അവസ്ഥയാണ്. എന്താ കാരണം? ആ സമയത്ത് എഴുന്നേറ്റ് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യുന്ന ഒരു ജീവിതമാണ് ആ പ്രദേശത്തുള്ള ആളുകൾക്കുള്ളത്. എന്നാൽ നമ്മളെ നാട്ടിൽ സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മനുഷ്യന്മാർ, സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ പൊരുത്തവും തൃപ്തിയും നിങ്ങൾക്ക് കിട്ടൂല. ഇപ്പം ഇന്ന് ലോകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, പണമുണ്ടായിട്ട് മനുഷ്യന് സമാധാനമുണ്ടോ? ആരായിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ MD? അയാളല്ലേ ഇപ്പം ആത്മഹത്യ ചെയ്തത്? സ്വന്തമായി ഫ്ലൈറ്റ്, മനോഹരമായ വീട്, കോടാനുകോടി രൂപയുടെ ആസ്തി. അയാളെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ 13 റോൾസ് റോയ്സ് കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അയാൾ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇനി സുഖമായിട്ടൊന്നുമില്ല, പക്ഷേ മനസ്സമാധാനം ഉണ്ടായില്ല. സ്വന്തം തോക്കെടുത്ത് നെഞ്ചിലേക്ക് വെടിയുതിർത്ത് അയാൾ കൊല ചെയ്യപ്പെടുകയാണ്. മനസ്സമാധാനം എന്ന് പറയുന്നത് പണം കൊണ്ട് കിട്ടൂല. മനസ്സമാധാനം കിട്ടണമെങ്കിൽ അതാണ് ഖുർആൻ പറയുന്നത്, മക്കളെ, നിങ്ങളെ ധൈര്യം ചോർന്നു പോകുന്നത് എപ്പോഴാണ്? നിങ്ങളെ പിന്നിൽ ശത്രുക്കളുണ്ട്, അക്രമികളുണ്ട്, നിങ്ങളെ പിടിക്കപ്പെടും എന്ന പേടി വരുമ്പോഴാണ് മനുഷ്യന് ആത്മഹത്യ ചെയ്യാനുള്ള തോന്നലുണ്ടാകുന്നത്. എന്നാ ദിക്ർ ചെല്ലുന്നൊരു മനുഷ്യന്റെ ഖൽബിൽ എന്നെ സഹായിക്കാൻ, ഏത് അക്രമിയിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്താൻ, ഏത് ഉപദ്രവകാരിയിൽ നിന്നും എന്നെ സഹായിക്കാൻ കഴിവുള്ള റബ്ബ് എന്റെ കൂടെയുണ്ട് എന്ന് ധരിക്കുന്നൊരു മുസ്ലിം, അയാൾക്ക് ടെൻഷനില്ല, ബേജാറില്ല, അയാളുടെ മനസ്സിൽ സംഘർഷമില്ല. എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ടോ, പേടിക്കാനില്ല. فمن يتوكل على الله فهو حسبه.
അള്ളാഹുവിനെ മുറുക്കെ പിടിച്ചാൽ അവൻ അല്ല മദീനാണ്. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ശത്രുക്കൾ വന്നിട്ട് ചോദിക്കുന്നു, ഖാലിദേ, നീയല്ലേ പറഞ്ഞത് നിനക്ക് മനസ്സമാധാനമുണ്ട്, ആര് നിന്നെ ആക്രമിക്കാമെന്നാലും ആരുപദ്രവിക്കാമെന്നാലും എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്. ഖാലിദ് ബിൻ വലീദ് തങ്ങളോട് ചോദിക്കാണ്, നീയല്ലേ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സമാധാനമുണ്ട്, എന്തുകൊണ്ട്? ഏത് അക്രമത്തിൽ നിന്നും ഏത് ഉപദ്രവത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്താനും തടുക്കാനും കഴിയുന്ന റബ്ബ്, അതല്ലേ നീ പറയുന്നത്? അതല്ലേ നിന്റെ ധൈര്യം? എന്നാൽ ഖാലിദേ, അങ്ങനത്തെ റബ്ബാണ് നിന്റെ റബ്ബ് എന്നുള്ളതും തെളിയിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഖാലിദ് ബിൻ വലീദ് തങ്ങൾ പറഞ്ഞു, എന്നെന്താ, ഒരു കുഴപ്പമില്ല, ഞാൻ തെളിയിച്ചു തരാം, തെളിയിച്ചാൽ നിങ്ങൾ മുസ്ലിം ആവുമോ? ശരി, ഓക്കെ. എന്താണ് തെളിയിക്കേണ്ടത്? സുബ്ഹാനല്ലാഹ്, ദാ ശത്രുക്കൾ ഒരു ഗ്ലാസ് നിറച്ചും വിഷം കലക്കി കൊണ്ടുവന്നു. ഒരു ഗ്ലാസ് നിറയെ വിഷം കലക്കിയിട്ട് ഖാലിദിനോട് പറഞ്ഞു, ഖാലിദേ, നീയല്ലേ പറഞ്ഞത് മനസ്സമാധാനക്കുറവ് വരലെപ്പോഴാണ്? പടച്ചവനെ, എന്നെ പിടിക്കാൻ ആര് വരുന്നുണ്ട്, എന്നെ ഉപദ്രവിക്കാൻ ആള് വരുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പിടികൂടപ്പെടും, ഈ ഒരു ബേജാറ് നിനക്കില്ല, കാരണം നിന്റെ റബ്ബ് നിന്റെ കൂടെ ഉണ്ട്, നിന്റെ റബ്ബ് എല്ലാത്തിനും മതി എന്നല്ല നീ പറയുന്നത്. എന്നാൽ നിന്റെ റബ്ബ് വിചാരിച്ചാൽ ഒരു ഉപദ്രവവും നടക്കൂല എന്നല്ലേ? എന്നാ ഈ വിഷം ഒന്ന് കുടിച്ച് കാണിച്ചുകൊണ്ടാ നിന്റെ റബ്ബിനെ വിളിച്ചിട്ട് ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, സുബ്ഹാനല്ലാഹ്, ശത്രുക്കളെ മുമ്പിൽ റബ്ബിന്റെ ഖുദ്റത്ത് കാണിച്ചു കൊടുക്കണം. മഹാനവർ അള്ളാഹിനോട് ദ്വാരന്ന്, പടച്ചോനെ, ഈ അപകടകരമായ പാനീയം കുടിച്ചാല് അതിന്റെ അടുത്തേക്ക് അതിന്റെ സ്മെല്ല് വരുമ്പോഴേക്ക് മരിച്ചു പോകും. എന്നാൽ എന്റെ റബ്ബിന്റെ വസ്തു ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ സുബ്ഹാനല്ലാഹ് ഒരു ദിക്ർ ചൊല്ലുകയാണ്, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. ഈ ദിക്ർ ചൊല്ലിയിട്ട് ദാ ബിസ്മില്ലാ ഒറ്റ കുടിക്കലാണ്. സഹോദരന്മാരെ, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ രോമത്തിന് പോറലേറ്റില്ല എന്നാണ്, ശത്രുക്കൾ മുട്ടുമടക്കിപ്പോയി എന്നാണ്. ഞാൻ പറയുന്നത് മനസ്സമാധാന കുറവ് സംഭവിക്കൽ, പടച്ചോനെ, എൻ്റെ പൈസക്കാരെടുത്തോണ്ട് പോവോ, എൻ്റെ സമ്പത്ത് പൊളിഞ്ഞു പോവോ, എന്നെ ആക്രമിക്കാൻ ആള് വരുന്നുണ്ടോ, ഈ പേടി മനസ്സിൽ വരുമ്പോഴാണ്. അതേ അവസരത്തിൽ റബ്ബിനെ മുറുകെ പിടിച്ച അല്ലാഹുവിൽ തവക്കുലാക്കിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓനൊന്നും പേടിക്കാനില്ല. അതുകൊണ്ട് മനസ്സമാധാനം വേണോ? ഞാൻ പറയുന്നു, മക്കളെ, നിങ്ങൾ സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് പടച്ച റബ്ബിനോടൊന്ന് പൊട്ടിക്കരഞ്ഞു തോരുന്നോ? സുബഹി അവ്വൽ വക്തിൽ നിസ്കരിച്ചോ, എന്നിട്ട് പരിശുദ്ധ ഖുർആനൊന്ന് ഓദിക്കോ. റബ്ബ് നിന്റെ കൂടെ ഉണ്ടാകും. അല്ല നിന്റെ കൂടെ ഉണ്ടാകുമ്പോഴോ ലോകം മുഴുവനും നിന്നെ ആക്രമിക്കാമെന്നാലും യാതൊന്നും സംഭവിക്കുകയില്ല. നിങ്ങൾ കണ്ടില്ലേ, ഖാദിസിയ യുദ്ധം നടക്കുന്ന സമയത്ത് പേർഷ്യൻ രാജാവിനോടാണ് ഇസ്ലാമിന്റെ സൈന്യം പോരാടുന്നത്. ഇന്നത്തെ അമേരിക്കൻ സാമ്രാജ്യത്തിന് തുല്യമായ വലിയ സൈനിക ശക്തിയുള്ള രാജ്യമാണ് പേർഷ്യ. ആ പേർഷ്യക്കാരുടെ കോട്ടകൊത്തലങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടി മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം, സുബ്ഹാനല്ലാഹ്, സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളുടെ നേതൃത്വത്തിൽ 12 ആളുകളാണ് ടൈഗ്രീസ് നദി മുറിച്ചു കടന്നിട്ട് മദായിൻ എന്ന് പറയുന്ന പേർഷ്യയുടെ തലസ്ഥാനത്തേക്ക് പോകുന്നത്. എങ്ങനെയാണ് സഹോദരന്മാരെ ടൈഗ്രീസ് നദി മുറിച്ചു കടക്കുക? സഹാബത്തിന്റെ കയ്യിൽ കപ്പലില്ല, ബോട്ടില്ല, തോണിയില്ല, വഞ്ചിയില്ല. അവരെ കയ്യിലുണ്ടായിരുന്ന ഒട്ടകം, കുതിരകൾ. പക്ഷേ നിങ്ങൾ കണ്ടില്ലേ,
അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്ന ഒരു മനുഷ്യന് ധൈര്യമായി മുന്നേറാം. അവന്റെ മുമ്പിലുള്ള സമുദ്രം ഒരു പ്രശ്നമല്ല. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു അള്ളാഹനെ വിളിക്കുകയാണ്. സഅദ് ചൊല്ലിയ ഒരു ദിക്റുണ്ട്. ഏതാണ് ആ ദിക്ർ? ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു. വല്ലാത്ത ദിക്റാണെന്നാ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, എൻ്റെ റബ്ബ് എന്നെ കാക്കുന്ന അതിൻ്റെ അർത്ഥം. ആ ദിക്ർ ചൊല്ലിയിട്ട് കുതിരയും ഒട്ടകങ്ങളും ടൈഗ്രീസ് നദിയിലേക്ക് ഇറക്കി മുസ്ലിം സൈന്യം. സഹോദരന്മാരെ, ആ ടൈഗ്രീസ് നദി അള്ളാഹു അവർക്ക് റോഡാക്കി മാറ്റിക്കൊടുത്തു. ആ നദി മുറിച്ചു കടന്ന് പേർഷ്യൻ തലസ്ഥാനമായ മദായിനിലേക്ക് അവർ എത്തിച്ചേർന്നില്ലേ? സുബ്ഹാനല്ലാഹ്, രാജ്യം കീഴടക്കി. തൗഹീദിന്റെ ധവള പതാക പാറിച്ചു. ബഹുമാനപ്പെട്ടവര്, ലോകം മുഴുവനും അക്രമം കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച ഒരു സാമ്രാജ്യത്വം കീഴടക്കി. ആ രാജാക്കന്മാരെ ബന്ദികളാക്കി. ബഹുമാനപ്പെട്ട സഅദ് തങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് ഓതിക്കൊണ്ട് പേർഷ്യയുടെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ നടക്കുകയാണ്. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. ഈ ആയത്ത് ഓതിക്കൊണ്ട് പേർഷ്യ കീഴടക്കുകയാണ്. സഹോദരന്മാരെ, ലോകത്ത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ മനസ്സമാധാനം നമുക്ക് നഷ്ടപ്പെടുമ്പോ ഈ ദിക്ർ ചൊല്ലിക്കോ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, എനിക്ക് എൻ്റെ റബ്ബ് മതി. മനസ്സമാധാനം നഷ്ടപ്പെടുമ്പോ നീ ധാരാളം നിസ്കരിച്ചോ. അള്ളാഹു നിന്റെ മനസ്സിന് സമാധാനം തരുന്നതാണ്. മനസ്സമാധാനം നഷ്ടപ്പെടുമ്പോ നീ ധാരാളം ഖുർആൻ ഓദിക്കോ. ഖുർആൻ കൊണ്ട് നിനക്ക് മനസ്സമാധാനം കിട്ടോ. ഒരു ദിവസം എത്ര പേജ് ഖുർആൻ ഓതലുണ്ട് നമ്മള്? ഒരു ദിവസം എത്ര പേജ് ഖുർആൻ ഓതലുണ്ട്? അതിപ്പോ ചോദിച്ചാല് വയലിന്റെ സദസ്സിലേക്ക് പിന്നെ ആരും വരില്ല. നാളെ വയലില്ലാത്തോണ്ട് ചോദിക്കാം അല്ലേ മുനീർ സാഹിബ്? നാളെ വയലുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാൻ പറ്റില്ല. അപ്പോ ഒരു ദിവസം 10 പേജ്, 25 പേജ്, 50 പേജ്, 100 പേജൊക്കെ ഓരോ ദിവസം ഖുർആൻ ഓതുന്ന മഹാന്മാരുണ്ടായിരുന്നു. നമ്മൾ മനോരമന്റെ 5 പേജ് 10 പേജ് കത്തം തീർക്കും ദിവസം. മാതൃഭൂമിയുടെ കത്തം തീർക്കും അല്ലേ? പിന്നെ വാട്സപ്പും ഫേസ്ബുക്കും. ഇന്ന് രാവിലെ സുബൈ മുതൽ ഇശാ വരെ വന്ന മുഴുവൻ വാട്സപ്പുകളും അറ്റൻഡ് ചെയ്യലുണ്ടോ? അറ്റൻഡ് ചെയ്യാത്തവരൊന്ന് കൈബന്ധിച്ചാട്ടെ, അത്ഭുതമുള്ള ആളായിരിക്കും. പഠിച്ചവനെ, ഉറങ്ങാനേ വൈകിയ സമയത്ത് പോലും അല്ല, ഇന്ന് വന്ന മെസ്സേജുകളൊക്കെ നോക്കാൻ ഞാൻ മോശമല്ലേ? എന്നാൽ ഇന്ന് നിന്റെ കയ്യിലുള്ള ഖുർആനിൽ നിന്നൊരു 10 പേജ് നോക്കട്ടെ, ഇത് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പൊ മനസ്സമാധാനം അതുണ്ടാവണമെങ്കിൽ എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, ഈ ഒരു ആത്മധൈര്യം ഉണ്ടായാൽ മതി. ഏത് കുത്താൻ വരുന്ന കൊമ്പനാനയും റബ്ബ് നിന്റെ കൂടെയുണ്ടെങ്കിൽ നിന്നെ തൊടൂല. ഏത് പ്രതിസന്ധികളും എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട്, ആ ധൈര്യമുണ്ടെങ്കിൽ അതിനെ അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയും. അതാണല്ലോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നൈൽ നദിയിൽ മുക്കിക്കൊല്ലാൻ ഫിർഔൻ തീരുമാനിച്ചു. മൂസാ നബിക്ക് അല്ലാഹു റോഡാക്കി കൊടുത്തു നൈൽ നദി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിൽ എറിഞ്ഞുകൊണ്ട് കൊല്ലാൻ തീരുമാനിച്ചു. ഇബ്രാഹിം നബിക്ക് ഒന്നും പറ്റിയില്ല. എന്താണ് കാരണം? എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ റബ്ബ് എന്നെ സംരക്ഷിച്ചാൽ, എനിക്ക് സംരക്ഷണം നൽകിയാൽ ഒരഗ്നികുണ്ടാരവും ഒരു ഭീകരമായ അവസ്ഥയും എന്നെ തൊടുകയില്ല എന്ന് ചിന്തിക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിൻ. അതുകൊണ്ട് അള്ളാഹുവിനെ മുറുകെ പിടിച്ചോളി മക്കളെ. ഒരു MLA യും ഒരു MP ഒന്നും നിങ്ങളെ എല്ലാ പ്രതിസന്ധികളും നിങ്ങൾക്ക് സഹായിച്ചു തരാൻ അയാൾക്കൊന്നും കഴിയില്ല.
കാരണം അയാളെ കാര്യം തന്നെ കട്ടപ്പോകയാണ് അല്ലേ? ഇന്നിപ്പോൾ രാഷ്ട്രീയക്കാർ മുഴുവനും യാസീനോ പുല്ലുവല്ലാവൊക്കെ ഓതുന്ന ദിവസമാണ്. പഠിച്ചോനെ പെട്ടി പൊളിക്കുന്ന സമയത്ത് എന്നെ വഷളാക്കല്ല എന്ന് പറഞ്ഞത് വരക്കുന്ന ദിവസമാണ്. എന്നാ സഹോദരന്മാരെ, ഈ തെരഞ്ഞെടുപ്പ് ഒരു ശാശ്വതമായ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും തെരഞ്ഞെടുപ്പല്ല. എന്നാൽ നിങ്ങൾക്ക് ശാശ്വതമായ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും ഒരു തെരഞ്ഞെടുപ്പ് മഹ്ശറയിൽ വരാനുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ അല്ലാഹുവിന്റെ വിധി വന്നാൽ ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം വിജയികളാണ്, അവർ സ്വർഗത്തിലേക്കാണ്. ഒരു വിഭാഗം പരാജിതരാണ്, അവർ നരകത്തിലേക്കാണെന്ന് വിളിച്ചു പറയുന്ന ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നമ്മൾ പോവുകയാണെന്ന ഓർമ്മ നമുക്ക് വേണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ വയല് നമ്മളൊന്ന് കൽബ് നന്നാക്കാനാ. ജീവിതം എന്താണ് എന്ന് പഠിക്കണമെങ്കിൽ ഈ വയല് വേണം. ഈ കാണുന്ന കളിയും ചിരിയും തമാശ ഒന്നും ഉണ്ടാവില്ല. ഇസ്രായേലിണ്ട് വന്നാൽ ആ വീട്ടിൽ പിന്നെ കൂട്ടക്കരച്ചില്ല. ടൂറ് പോയ ടീച്ചർമാർ അവരെ മയ്യത്താണ് സ്കൂളിലേക്ക് കടന്നു വന്നത്. ഇതൊക്കെ നമുക്ക് വരാൻ പോവാണ്. നിങ്ങൾ റബ്ബിനെ മുറുകെ പിടിച്ചോ. ഏത് സമയത്തും ദിക്റും സലാത്തും ഖുർആനോത്തും നിങ്ങൾ ചെയ്തോ. അള്ളാഹുവിന് ശുക്ർ ചെയ്തോ. എങ്ങനെ ശുക്ർ ചെയ്യേണ്ടത്? അല്ലാഹ് തന്ന നിഅമത്തൊക്കെ അള്ളാഹ്ക്ക് കൊടുക്കുക. അല്ലാഹ് തന്ന ആരോഗ്യം അള്ളാഹ്ക്ക് കൊടുക്കുക. അല്ലാഹ് തന്ന സമ്പത്ത് അള്ളാഹ്ക്ക് കൊടുക്കുക. എല്ലാം റബ്ബിന് വേണ്ടി കൊടുക്കുക. അള്ളാഹു നമ്മളെ ഖബൂൽ ചെയ്യുമാറാവട്ടെ.